മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് പൂന്തറ കടപ്പുറത്താണ്. എങ്ങനെയാണ് കടപ്പുറത്ത് നിന്ന് മീൻ നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളത് എന്തായാലും ഒന്ന് കാണിക്കണം എന്നുള്ളത് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. എന്തായാലും ഇന്ന് ഇവിടെ യാദൃശികമായി എത്തിയപ്പോൾ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് അയക്കാമെന്ന് വിചാരിക്കുകയാണ്. രാവിലെ എങ്ങനെയാണ് മീൻ ഇവിടെ പിടിക്കുന്നത്, അതിനുശേഷം ഇത് കരയിലേക്ക് എടുക്കുന്നത്, തരംതിരിക്കുന്നത്, അതിനുശേഷം ഇവിടെ ആളുകൾ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്, എന്തായാലും എങ്ങനെയാണ് ഈ വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിക്കുന്നത്, മീൻ പിടിക്കുന്നത്, അത് തേർതിരിക്കുന്നത് എന്നുള്ളത് നോക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തറ കടപ്പുറത്താണ്. വള്ളങ്ങളൊക്കെ നിരന്നിട്ടുണ്ട്. എൻ്റെ പുറകിൽ അതിൻ്റെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉദ്യമമായി കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് മീൻ വാങ്ങാൻ വേണ്ടിയുള്ള ആളുകളുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതല്ല, മറിച്ച് ആ കയ്യിൽ കിട്ടുന്നതിന് മുമ്പുള്ള ചില പ്രയത്നങ്ങളുണ്ട്. അവിടെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. സത്യത്തിൽ ഇത് ആസ്വദിച്ചുകൊണ്ടാണ് പലരും ഈ ഒരു മത്സ്യത്തൊഴിലിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ നീട്ടി എറിഞ്ഞ ഈ വല ഏകദേശം 2.5-3 കിലോമീറ്ററോളം ചുറ്റളവിലായിരിക്കും ഈ വല ഉള്ളത്. ഇത് കരയിൽ നിന്ന് ഈ ആളുകൾ വലിച്ച് കരയിലേക്ക് കയറ്റും. പിന്നീട് ഇത് തരംതിരിച്ച് ഓരോ മത്സ്യങ്ങളെയും ചാള, നത്തോലി, അയല അങ്ങനെ ചെറിയ ചെറിയ മീനുകളെ തരംതിരിച്ച് പിന്നീട് കരയിൽ എത്തിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു മാർഗമുള്ളത് വള്ളങ്ങളിൽ പോയി അവിടെ നിന്ന് മീനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പണ്ടൊക്കെ മീനിനെ വള്ളത്തിൽ കയറി വരുമ്പോൾ ഈ മണലിലൂടെ അകത്തേക്ക് കയറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ട്രാക്കറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെയുള്ള വലിയ ട്രാക്കുകൾ അത് കൊണ്ടുവന്നതിന് ശേഷം അവർ വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിക്കുകയും പിന്നീട് ഈ കിട്ടുന്നത് പോലെ തന്നെ മീനുകളെ തരംതിരിച്ച് വേർതിരിച്ച് അത് ലേലം വിളിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവർ ഇത് ചെറുകിട തൊഴിലാളികൾക്ക് കൈമാറുകയും അല്ലെങ്കിൽ അവരെ തന്നെ നേരിട്ട് നമുക്ക് എത്തിക്കുകയും ചെയ്യുന്ന രൂപമാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ രാവിലെ തന്നെ എല്ലാവരും കാത്തു നിൽക്കുകയാണ് കരയിലേക്ക് മീൻ കയറാൻ. കയറി വന്ന മീനുകളാണ് ഇപ്പോൾ ഈ പെട്ടിയിൽ അടുക്കി വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് കഴിഞ്ഞ ശേഷം ഇത് തരംതിരിക്കും. പിന്നീട് അത് ലേലം ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യും. ഞാനും സാധാരണ മീൻ വാങ്ങാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട്. കാരണം ലേലം വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നല്ല ലാഭത്തിന് മീൻ കിട്ടും. ഈ നിൽക്കുന്ന ആളുകളൊക്കെ ചെറുകിട കച്ചവടക്കാരാണ്. ചിലപ്പോൾ ഇവരുടെ വീട്ടാവശ്യത്തിന് ഇവിടെ നിന്ന് കിട്ടും. അതോടൊപ്പം ഇവർക്ക് കച്ചവടത്തിന് വേണ്ടി മീൻ എടുക്കുന്നുകൊണ്ട് പോകാം. എന്നാൽ രാവിലെ ജോഗിന് ഇറങ്ങുന്ന ആളുകൾ വ്യായാമത്തിനപ്പുറം ഇവിടെ വന്ന് കാഴ്ചകൾ കാണുവാനും നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ചെറുകിട കച്ചവടക്കാരാണ് കൂടുതലും വരുന്നത്. ലേലം വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ തന്നെ ചിലപ്പോൾ കച്ചവടം ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്കോ മാർക്കറ്റുകളിലേക്കോ എത്തിക്കുകയും ചെയ്യും. ഇതിപ്പോൾ രാത്രി പുറപ്പെട്ടു പോയ വള്ളങ്ങൾ മത്സ്യവുമായി തിരിച്ചു വരുന്നതാണ്. ഇത് കരയ്ക്ക് കയറ്റുന്ന രൂപമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിനുശേഷം ഇതിനെ ട്രാക്കർ അല്ലെങ്കിൽ ട്രക്ക് പല പേരിലാണ് ഇവിടെ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് വലിച്ച് അവർ കരയിലേക്ക് കയറ്റും. അതോടൊപ്പം ഈ കരിമടി എന്ന് പറയുന്ന നിലയിൽ വല എറിഞ്ഞ് അതിലൂടെ ഈ ഇങ്ങനെയുള്ള ആളുകൾ പിടിച്ചെടുക്കുന്ന മത്സ്യവും കരയിലേക്ക് ഉണ്ടാകും. ഇതൊക്കെ ലേലത്തിനാണ് പിന്നീട് കൊടുക്കുന്നത്. എന്തായാലും ഇവരുടെ ഒരു ജോലി നമുക്കൊന്ന് കാണാം. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ ആളുകൾ. ഏറ്റവും കൂടുതലും ചെറുപ്പക്കാർ വള്ളങ്ങളിൽ കയറി കടലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതേപോലുള്ള വൃദ്ധരായ ആളുകളാണ് ഇങ്ങനെയുള്ള വലിയെറിഞ്ഞ് കരിമടി മീനുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ എന്നാണ് ഇവിടെ അഭിപ്രായമുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങ് ദൂരെ കുറച്ച് ആളുകൾ നിന്ന് വലിച്ച് കയറ്റുന്നുണ്ട്. കയറ് കാണാം. അതേപോലെ തന്നെ ഇപ്പുറത്തും ഇവരും വലിച്ച് കയറുന്നുണ്ട്. ഇതിങ്ങനെ വലിച്ച് ഒരേപോലെ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഇത് ഒരേ ഭാഗത്തെത്തും. അതിനുശേഷം വലിച്ച് കരയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ധാരാളം മീനുകൾ കിട്ടും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ മത്സ്യങ്ങൾ കയറ്റി വന്ന വള്ളങ്ങളെ ഇതേപോലെയുള്ള ട്രാക്കർ അല്ലെങ്കിൽ ട്രക്ക് ഉപയോഗിച്ച് കരയിലേക്ക് കയറ്റുന്നു. പിന്നീട് തരംതിരിച്ചതിന് ശേഷം അത് ലേലം വിളിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആളുകളെങ്കിലും വന്ന് ഇവരെ സഹായിക്കാൻ നിൽക്കുന്നവരുണ്ട്. അവർക്ക് അന്നത്തെ ആവശ്യത്തിനുള്ള കറി വയ്ക്കാനുള്ള മീനും ഇവർ കൊടുക്കാൻ മറക്കില്ല. മൊത്തത്തിൽ മീൻ ഇവർ എടുത്തതിന് ശേഷം ഓരോ മീനും തരംതിരിച്ച് അതാണ് പ്രത്യേകിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത്. പറയുന്നത് കേട്ടല്ലോ. ഞങ്ങൾ ഇവിടുന്ന് 1 കിലോ 200 രൂപ 300 രൂപയ്ക്ക് വിൽക്കും. വെളിയിൽ കൊണ്ടുപോയി അവർ 500, 600, 1000 വിൽക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ചെറിയ തുക മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് അവർ സങ്കടവും എന്ന തമാശയിലൂടെ പറയുകയും ചെയ്തത്.
ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നൊത്തോലിയും ചാളയുമായിരുന്നു എന്നാണ് മത്സ്യബന്ധനത്തിന് പോയവർ ഞങ്ങളോട് പറഞ്ഞത്. നിലാവുള്ള ദിവസങ്ങളിൽ മീൻ ലഭിക്കില്ല എന്നും അവർ പറഞ്ഞു. ഇവരിൽ നിന്നും മീൻ വാങ്ങിയതിനു ശേഷം ഇതേപോലെയുള്ള വയസ്സായ വൃദ്ധരായ ആളുകൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഇത് പിന്നീട് മറച്ചു വെക്കും. ഏറ്റവും നല്ല മത്സ്യവും ഏറ്റവും ചീത്ത മത്സ്യവും കിട്ടുന്നത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ മത്സ്യവും അതോടൊപ്പം തന്നെ ചീത്ത മത്സ്യവും ഞങ്ങൾ കഴിക്കും, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് സാധാരണ ഇവർ പറയാറുള്ളത്. എന്തായാലും എല്ലാത്തിനും പ്രത്യേകമായ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടുകളെ നാം തിരിച്ചറിയണം. നമുക്ക് വേണ്ടി മീൻ എത്തുന്നവരെ നാം അറിയുകയും വേണം. ഇതാണ് ഇവിടുത്തെ കടപ്പുറത്തിന്റെ വിശേഷങ്ങൾ. ഇങ്ങനെയാണ് മീൻ നമ്മളിലേക്ക് എത്തുന്നത്. കാരണം പ്രയാസം അവർക്കുണ്ട്, എന്നാലും അവർക്കുള്ള ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വഴിമുട്ടിപ്പോകാതിരിക്കാൻ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് അവരും ഈ രാവിലെ അധ്വാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യസന്ധരായ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എന്നാൽ ഇത് മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാലും ഈ രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെ കടപ്പുറത്ത് ആളുകൾ ജീവിക്കുന്നത്, മത്സ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പുതിയ കാഴ്ചയുമായി കാണുന്നത്. കാരണം ഇവിടെ ബൈ.